ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. നമ്മുടെ നോവൽ തുടർച്ച ബ്രഹ്മമന്ത്രം മാന്ത്രിക നോവൽ അധ്യായം 4 നോവൽ തുടർച്ച. ഷാലുവിൻ്റെ പൾസ് നോക്കിയ ഡോക്ടറുടെ നെറ്റി ചുളിഞ്ഞു. പൾസ് നിലച്ചിരിക്കുന്നു. മാത്രവുമല്ല, മണിക്കൂറുകൾക്ക് മുൻപ് മരിച്ചതുപോലെ ശരീരം ഐസ് പോലെ തണുത്തിരിക്കുന്നു. തൻ്റെ ഔദ്യോഗിക വൃത്തികളിൽ ആദ്യമായാണ് ഇത്തരം സംഭവമെന്ന് തോന്നി ഡോക്ടർ ചെറിയാന്. തുറന്നു കിടന്നിരുന്ന ജനാല കർട്ടൻ ഒന്നനങ്ങി. അതിലൂടെ ഏതോ പൂവിൻ്റെ ഗന്ധമുള്ള കാറ്റ് അകത്തേക്ക് വന്നപ്പോൾ ഡോക്ടറുടെ നെറ്റി ചുളിഞ്ഞു. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ഗന്ധം. ഡോക്ടർ നേഴ്സിനെ വിളിക്കാനായി പിന്തിരിഞ്ഞു. ഡോക്ടർ പെടുന്നതിന് ശബ്ദം കേട്ട് ചെറിയാൻ ഞെട്ടിത്തിരിഞ്ഞ് ടേബിളിലേക്ക് നോക്കി. ഷാലുവാണ് വിളിച്ചത്. അവൾ കണ്ണ് തുറന്നിരിക്കുന്നു. താൻ യാഥാർത്ഥ്യത്തിലോ സ്വപ്നത്തിലോ എന്നറിയാതെ ഡോക്ടർ കുഴങ്ങി. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഷാലു എഴുന്നേറ്റിരുന്നു. ജനാലയിലൂടെ കടന്നു വന്ന കാറ്റിൽ തൻ്റെ മേശപ്പുറത്തിരുന്ന കടലാസ കഷ്ണങ്ങൾ പറന്നുപോയത് ഡോക്ടർ കണ്ടില്ല. അയാൾ അമ്പരപ്പോടെ ഷാലുവിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു നോക്കി. എന്നാൽ പെട്ടെന്ന് തന്നെ വിടുകയും ചെയ്തു. ദിവസങ്ങളോളം മോർച്ചറിയിൽ കിടന്ന ഒരു ശവത്തിൻ്റെ തണുപ്പ്. എന്താ ഡോക്ടർ, എന്നെ പരിശോധിക്കുന്നില്ലേ? ഷാലു ചിരിക്കുകയാണ്. ഡോക്ടർക്ക് തോന്നി കുട്ടിയുടെ ശബ്ദം മാറിയിരിക്കുന്നു. ഇപ്പോൾ മുതിർന്ന ആരോ പറയുന്നത് പോലെ. ചെറിയാൻ പിന്നിലേക്ക് മാറി. പെട്ടെന്ന് അയാൾക്ക് പിന്നിൽ വാതിൽ തനിയെ അടഞ്ഞു. നിലവിളിക്കണമെന്ന് തോന്നി ചെറിയാന്. പക്ഷെ കഴിഞ്ഞില്ല. നാവ് മരവിച്ചു പോയിരിക്കുന്നു. ഷാലു ടേബിളിൽ നിന്നും ഇറങ്ങി ഡോക്ടറുടെ അടുത്തേക്ക് നീങ്ങി. അയാൾക്കിനി നീങ്ങാൻ സ്ഥലമില്ലാതെ ഭിത്തികൾ കയ്യിൽ ചേർത്ത് വെച്ചു. എന്താ, ഡോക്ടർക്ക് പേടി തോന്നുന്നുണ്ടോ? ഷാലു ചോദിച്ചു. അയാൾ തലകുലുക്കി. മുറിക്കുള്ളിൽ കാറ്റിന് പിന്നെയും ശക്തി കൂടി. മേശപ്പുറത്തിരുന്ന പുസ്തകങ്ങളും മറ്റും പറന്ന് ഭിത്തിയിലിടിച്ചു വീണു. ഷാലുവിൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നിയുടെ നാവുകൾ നീണ്ടുവരുന്നത് പോലെ തോന്നി ഡോക്ടർക്ക്. പക്ഷേ എല്ലാം പെട്ടെന്നാണ് അവസാനിച്ചത്. ശ്മശാന തുല്യമായ നിശബ്ദത. ഞാൻ ആരാന്ന് മനസ്സിലായല്ലോ? പ്രായമുള്ള ഒരു സ്ത്രീ ശബ്ദത്തിലാണ് ഷാലു തിരക്കിയത്. ഡോക്ടർ തലയാട്ടി. എൻ്റെ അമ്മയോ മറ്റാരെങ്കിലുമോ ചോദിച്ചാൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് മാത്രമേ ഡോക്ടർ പറയാവൂ. അല്ലെങ്കിൽ കുട്ടി പല്ലിറുമി. ഡോക്ടർക്ക് സമ്മതിക്കാതെ തരമില്ലായിരുന്നു. ഷാലു തന്നെ പറന്നുപോയ പുസ്തകങ്ങളും കടലാസുകളും മറ്റും എടുത്ത് യഥാസ്ഥാനങ്ങളിൽ വെച്ചു. ഇനി ഡോക്ടർ ഇരിക്കി. അവൾ പറഞ്ഞതനുസരിച്ച് അയാൾ ഇരുന്നു. ഷാലു പുഞ്ചിരിച്ചുകൊണ്ട് വാതിലിന് നേർക്ക് നീങ്ങി. അപ്പോൾ അത് തനിയെ തുറക്കപ്പെട്ടു. ഷാലു ഇടനാഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആകാംക്ഷയോടെ ജയലക്ഷ്മി ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു. കുട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല. മുഖത്തെ വീർപ്പ് തുടയ്ക്കുന്നതിനിടയിൽ ഡോക്ടർ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ആശ്വാസത്തോടെ ജയലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പക്ഷെ ഡോക്ടർ ഒന്ന് തീരുമാനിച്ചിരുന്നു. ഈ സമസ്യയ്ക്ക് താൻ ഉത്തരം കണ്ടുപിടിക്കും. തനിക്ക് പ്രയത്തിലും പിശാചിലൊന്നും വിശ്വാസമില്ലെങ്കിലും ഇപ്പോൾ നേരിട്ട് കണ്ടത് സംഭവിച്ചതുമെല്ലാം വിസ്മയങ്ങളാണ്. അതിൻ്റെ കാരണം കണ്ടെത്തണം. ഈ കുട്ടിയുടെ ശരീരത്തിലെ അത്ഭുതങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിരിക്കും. വരാനിരിക്കുന്ന ആപത്തിനെ തിരിച്ചറിയാതെ ഡോക്ടർ ചെറിയാൻ ഒരു തീരുമാനം ഉറപ്പിക്കുകയായിരുന്നു. ഡോക്ടർ ചെറിയാൻ അന്ന് മുഴുവൻ ചിന്തിച്ചത് ഷാലുവിനെ കുറിച്ചായിരുന്നു. കുട്ടി ആശുപത്രിയിൽ നിന്നും മടങ്ങിപ്പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കഴിയുമെങ്കിൽ ഈ രാത്രി തന്നെ അവളെ സ്കാനിങ്ങിന് വിധേയമാക്കണം. മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനുമപ്പുറം എന്തോ ഒന്ന് അവളിലുണ്ട്. അത് കണ്ടെത്തണം. അങ്ങനെ സംഭവിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് തന്നെ അതൊരു വൻ നേട്ടമായിരിക്കും. പോരെങ്കിൽ തൻ്റെ പേര് ലോകമെമ്പാടും അറിയപ്പെടും. അധികം ചിന്തിച്ച് തലപോഹിക്കാതെ തന്നെ ഡോക്ടർ ചെറിയാൻ അതിനൊരു മാർഗം കണ്ടെത്തുകയും ചെയ്തു. ഗൂഢമായൊരു പുഞ്ചിരിയോടെ അയാൾ ബസറമർത്തി. ഒരു നേഴ്സ് കടന്നു വന്നു. 42-ലെ പേഷ്യൻറ്റിന് കൂടെയുള്ള ആ സ്ത്രീയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. യെസ് ഡോക്ടർ. നേഴ്സ് പോയി. 5 മിനിറ്റിനുള്ളിൽ ജയലക്ഷ്മിയും കൂട്ടി കടന്നു വന്നു. ഇരിക്കൂ. ഡോക്ടർ കസേരയിലേക്ക് കൈ ചൂണ്ടി. അവളിരുന്നു. നേഴ്സ് പിൻവലിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. ഡോക്ടർ മുഖവുരിയിട്ടു. ലക്ഷ്മിയുടെ മുഖത്ത് ജിജ്ഞാസ പടർന്നു. ഇനി നിങ്ങളാരും വീട്ടിൽ പോകരുത്.
ഇവിടെ തന്നെ ഉണ്ടാവണം. മിസ്റ്റർ അനിരുദ്ധന് ഇപ്പോൾ കുറവായി തോന്നുന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തൽക്കാലം ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ജയലക്ഷ്മിക്ക് കുറച്ച് പരിഭ്രമം തോന്നി. കുട്ടിയെയും അമ്മായിയെയും തറവാട്ടിലേക്ക് പറഞ്ഞുവിട്ട് ഞാൻ മാത്രം ഇവിടെ നിന്നാലോ ഡോക്ടർ? ആ റൂമിനുള്ളിൽ ഞങ്ങളെല്ലാവരും കൂടി. അക്കാര്യത്തിൽ പ്രയാസപ്പെടണ്ട, നിങ്ങൾക്ക് വേറെ റൂം തരാം. പിന്നെ ജയലക്ഷ്മി എതിർത്തൊന്നും പറയാനായില്ല. ഡോക്ടർ നേഴ്സിനെ വിളിച്ച് റൂം ഏർപ്പാട് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ജ്യോതിക നേരത്തെ തറവാട്ടിൽ പോയിരുന്നു. ജയലക്ഷ്മി തിരികെ റൂമിലെത്തിയപ്പോൾ ശാലമോൾ തറവാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമുക്ക് പോകാമേ? അയ്യോ, അങ്കിളിനോട് ഒറ്റക്കാക്കിയിട്ടോ? മുത്തശ്ശിയുണ്ടല്ലോ ഇവിടെ. അത് പറ്റില്ല മോളെ, ഇന്നും നമ്മളിവിടെ തന്നെ. അതല്ല ജയെ, മാധുരി ഇടപെട്ടു. നീ മോളുമായി തറവാട്ടിലേക്ക് പോവുക, ഞാൻ ഇവിടെ ഇരിക്കാം. അത് വേണ്ടമായി. എത്ര നിർബന്ധിച്ചിട്ടും ജയലക്ഷ്മി പോകാൻ തയ്യാറായില്ല. ശാലുമോൾ ഞെട്ടിച്ചുളിച്ചു. അവളുടെ മുഖത്ത് ഭാവങ്ങൾ മിന്നിമറഞ്ഞു. പിന്നീട് അവളും നിർബന്ധിച്ചില്ല. നേരം സന്ധ്യയായി. നിങ്ങൾക്ക് കിടക്കാനും മറ്റും റൂം ശരിയാക്കിയിട്ടുണ്ട്, നേഴ്സ് വന്നറിയിച്ചു. അമ്മായിയും മോളും അവിടെ പോയി കുറച്ചു നേരം വിശ്രമിച്ചോ, ഞാനിവിടെ ഇരിക്കാം, ജയലക്ഷ്മി പറഞ്ഞു. അമ്മായി കുറേ നേരമായിട്ട് കുത്തിരിക്കുകയല്ലേ? മാധുരി തലകുലുക്കി. അനന്തരം ഷാനുവിനെയും വിളിച്ചുകൊണ്ട് അവർ പോയി. ജയലക്ഷ്മി അനിരുദ്ധനെ നോക്കി. അയാൾ മുഖം തിരിച്ചു കളഞ്ഞു. ഈ മനുഷ്യനെക്കുറിച്ച് തന്നെയാണോ ഡോക്ടർ പറഞ്ഞതെന്ന് അവൾ അത്ഭുതപ്പെട്ടു. ഒരുപക്ഷെ പുറത്തു കാണുന്നതിനേക്കാൾ കൂടുതൽ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ജയലക്ഷ്മി സംശയിച്ചു. അപ്പോൾ അനിരുദ്ധൻ പറഞ്ഞു, ജയടുത്ത് ഇവിടെ ഇരിക്കണമെന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് പോലും വേണ്ടാത്തവനെ ഞാൻ. എന്നെ ജയടുത്ത് പരിചരിക്കുന്നതിനെന്തിനാ? ജയലക്ഷ്മി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മനുഷ്യത്വം എന്നൊന്ന് എനിക്കുണ്ട് അനി, അത്രയും കരുതിയാൽ മതി. ഇപ്പോൾ പിന്നെ രോഗിയായ ഒരാളെ പരിചരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒട്ടും കുറച്ചിൽ തോന്നിയിട്ടില്ല. എൻ്റേതതിന് രോഗമല്ലല്ലോ, എൻ്റെ കയ്യിലിരിപ്പിന് കിട്ടിയ പ്രതിഫലമല്ലേ. സ്വയം പരിഹസിക്കുന്നത് പോലെയാണ് അനിരുദ്ധൻ പറഞ്ഞത്. വാസ്തവത്തിൽ എന്താ അനിയുണ്ടായത്? പലരും പലതും പറയുന്നുണ്ട്. ഒക്കെ ശരിയാന്ന് കൂട്ടിക്കേട്ടെത്തി. എല്ലാം എൻ്റെ വീഴ്ച കൊണ്ട് പറ്റിയതാ. എന്നാലും ഇത്രയ്ക്ക് തരം താഴുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല കേട്ടോ. അനിരുദ്ധൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പറഞ്ഞാൽ ആരും എൻ്റെ പക്ഷം നിൽക്കില്ലെന്നറിയാം. എന്നാലും പറയാം, ആരോ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകായിരുന്നു. ചെല്ലി ചെല്ലി എന്ന് പറഞ്ഞ്. ജയലക്ഷ്മിയുടെ കണ്ണുകൾ വികസിച്ചു. നമ്മുടെ തറവാട്ടിൽ അങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അനിയ. പൂർവികർ ചെയ്തു വെച്ചിട്ട് പോയ പാപത്തിൻ്റെ ഫലം. അല്ലാണ്ടെന്താ? പിന്നെ അനിരുദ്ധനൊന്നും പറയാതെ കണ്ണുകൾ അടച്ചു കിടന്നു. ഗുഹയ്ക്കുള്ള നിറദീപങ്ങൾ തെളിഞ്ഞു നിന്നിരുന്നു. തൻ്റെ ഉപാസനമൂർത്തികളെ പൂജിച്ചു കഴിയുന്ന ബ്രഹ്മദത്തൻ അനന്തരം ജ്ഞാനദൃഷ്ടിയിൽ ആശുപത്രി കണ്ടു. അവിടെ നടന്ന ഓരോ സംഭവവും കണ്ടു. ഡോക്ടർ ചെറിയാൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നറിഞ്ഞു. വരട്ടെ, ബ്രഹ്മദത്തൻ സ്വയം പറഞ്ഞു. പിന്നെ ഒരുപടി കറുകപ്പില്ലുകൾ വാരി ഹോമാഗ്നിയിലേക്ക് എറിഞ്ഞു. അവിടെ കിടന്ന് അത് പൊട്ടിത്തെറിയോടെ തീപിടിച്ചു. അറിഞ്ഞോടോ കൂവേ വിശേഷം? നിന്റെ അളിയനൊരുത്തനുണ്ടല്ലോ, അവൻ രാത്രിയിൽ ഏതാണ്ട് ചെറ്റവെക്കാൻ പോയി. ആളുകൾ പിടിച്ച് ശരിക്കങ്ങ് പൂശി. ഇപ്പോൾ ആശുപത്രിയിലാണ്. സെല്ലിൻ്റെ വാതിക്കൽ നിന്നൊന്ന് ഗാർഡ് പറഞ്ഞപ്പോൾ ജയകൃഷ്ണൻ തലയുയർത്തി. നേരാടാ, നീ സംശയിക്കണ്ട. ഗാർഡ് ചിരിച്ചു. സഹതടവുകാർ ഒന്നും മനസ്സിലാകാതെ ജയകൃഷ്ണനെ നോക്കി. ഗാർഡ് നടന്നുപോയി. എന്താ ജയകൃഷ്ണ അങ്ങേര് പറഞ്ഞു വെച്ച് പോയത്? ആവോ, അവൻ കൈമലർത്തി. പക്ഷെ ആ മുഖത്ത് സന്തോഷത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. തൻ്റെ ഭാര്യയും അവനും ചേർന്ന് തന്നെ വഞ്ചിച്ചു. അതിനവന് ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് മാറിയിരിക്കുന്നു. അവൻ ഭിത്തിയിൽ ചാരിയിരുന്നു. രാത്രി കൂടുതൽ ഇരുട്ടി. ജയലക്ഷ്മി അനിരുദ്ധൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി മാധുരിയും ശാലുമോളും വിശ്രമിക്കുന്ന മുറിയിലേക്ക് ചെന്നു. രണ്ടുപേരും കിടക്കുകയായിരുന്നു. എന്തെങ്കിലും കഴിക്കണ്ടേ അമ്മായി? ആശുപത്രിക്കുള്ളിൽ ക്യാൻറ്റീനുണ്ട്, അവൾ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട ജയ, നീയും കുട്ടിയും പോയി കഴിച്ചോളൂ. എനിക്കും വേണ്ട, അമ്മ ഒറ്റയ്ക്ക് പോയിക്കോളൂ,
ശാലുമോളും പറഞ്ഞു. എന്താടി ഇത്? അത്താഴപ്പട്ടിണി കിടന്നാൽ ശരിയാവില്ല. വാ, വന്നൊരു ഗ്ലാസ് പാലെങ്കിലും കഴിക്ക്. എനിക്ക് വേണ്ട. കുട്ടി തിരിഞ്ഞു കിടന്നു. അവസാനം ജയലക്ഷ്മിയും ഒന്നും കഴിക്കേണ്ടെന്ന് തീർച്ചയാക്കി. സമയം അങ്ങനെ കടന്നുപോയി. വാതിൽ ചാരിയിരുന്നതേ ഉള്ളൂ. ഒരു അറ്റൻഡർ അവിടെ വന്നു. പതിയെ വാതിൽ തുറന്നു നോക്കി. എല്ലാവരും ഉറക്കത്തിലാണെന്ന് കണ്ട് ഇടനാഴിയിൽ അങ്ങിങ്ങ് ശ്രദ്ധിച്ചു. ആരുമില്ല. അയാൾ പതിയെ അകത്ത് കടന്ന് വാതിൽ ചാരി. കീശയിൽ നിന്നും ഒരു കുപ്പിയും പഞ്ഞിയും എടുത്തു. കുപ്പിയിലെ ക്ലോറോഫോം പഞ്ഞിയിലേക്ക് വീഴ്ത്തി ശാലുമോളുടെ മൂക്കിന് നേരെ പിടിച്ചു. അവൾ തലയൊന്ന് വെട്ടിച്ചെങ്കിലും 30 സെക്കൻഡുകൾക്കുള്ളിൽ നിശ്ചലയായി. പിന്നീട് അയാൾ മാധുരയെയും ജയലക്ഷ്മിയെയും ക്ലോറോഫോം ഉപയോഗിച്ച് മയക്കി. അപ്പോഴേക്കും മറ്റൊരു അറ്റൻഡർ വീൽ ചെയറുമായി വന്നു. ശാലുമോളെ അതിലിരുത്തി അവർ തള്ളിക്കൊണ്ടുപോയി. ഡോക്ടർ ചെറിയാൻ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. കുട്ടിയെ ആ ടേബിളിൽ കിടത്തു. എന്നിട്ട് ആരെയും ഇങ്ങോട്ട് കടത്തിവിടാതെ നിങ്ങൾ പുറത്തു നിൽക്കണം. അല്പം കഴിയുമ്പോൾ ഇവിടെ സ്കാനിങ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ശരി ശരി ഡോക്ടർ. അവർ തിരിഞ്ഞു നടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, വാതിൽ പുറത്തുനിന്നും അടച്ചോളൂ. ഞാനിതിനുള്ളിലുണ്ടെന്ന് തൽക്കാലം ആരും അറിയണ്ട. അവരപ്രകാരം ചെയ്തു. തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ക്രെഡിറ്റ് മറ്റാരുമായി പങ്കിടരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഡോക്ടർ കുട്ടിയെ കിടത്തിയിരുന്ന മേശക്കരികിലെത്തി. ആദ്യം അവളുടെ ഹൃദയമിടിപ്പ് പരിശോധിച്ചു. ഡോക്ടർ ഞെട്ടി. ഹൃദയടിപ്പില്ല. കുട്ടി മരിച്ചിരിക്കുന്നു. നേരത്തെയുള്ള അനുഭവം ഇതായിരുന്നുവെന്ന് ഡോക്ടർ ഓർത്തു. ശാലുവിൻ്റെ നെറ്റിയിലും കയ്യിലുമൊക്കെ തൊട്ടു നോക്കി. ഐസിൻ്റെ തണുപ്പ്. കൺപോളകൾ വിടർത്തി നോക്കി. ചത്ത കണ്ണുകൾ. അല്പം മുൻപ് വരെ ഇവൾക്ക് ജീവനുണ്ടായിരുന്നു എന്നതിന് അറ്റൻഡർമാരും സാക്ഷികളാണ്. ആ നിലയ്ക്ക് ഈ കുട്ടി മരിച്ചെന്ന് പറഞ്ഞാൽ താൻ കൊന്നതാണെന്നേ അവരും കരുതും. ഡോക്ടർ വിയർക്കാൻ തുടങ്ങി. അയാൾ പിന്തിരിയാൻ ഭാവിച്ചു. പക്ഷേ പെട്ടെന്ന് ശാലു കൈകൾ നീട്ടി. അപ്പോൾ അവ വളരെ നീണ്ടുവന്നു. നേരത്തെ അവൾക്കുണ്ടായിരുന്ന കൈകളുടെ 3 ഇരട്ടി നീളം. ഒരു മാത്ര കൊണ്ട് ആ കൈകൾ ഡോക്ടറുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ആ മേശയിലേക്ക് മറിച്ചു. ഡോക്ടർക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. ശാലു ചാടി എഴുന്നേറ്റു, ഡോക്ടറുടെ പിടിവിടാതെ. പിന്നെ ഡോക്ടറെ നോക്കിയൊന്ന് ചിരിച്ചു. അപ്പോൾ 2 കോമ്പല്ലുകൾ പുറത്തേക്ക് നീണ്ടുവരുന്നത് ഞെട്ടലോടെ ഡോക്ടർ ചെറിയാൻ കണ്ടു. അധ്യായം 9. ശാലുവിൻ്റെ കൈകൾക്ക് 1000 പേരുടെ കരുത്താണെന്ന് ഡോക്ടർ ചെറിയാന് തോന്നി. അതിപ്പോൾ തൻ്റെ തൊണ്ടയെ ഞെക്കി പൊട്ടിക്കും. ശ്വാസം കിട്ടാതെ അയാൾ പിടഞ്ഞു. കാൽ തട്ടി സ്ക്രീൻ തറയിൽ വീണു. പുറത്തെ വാച്ചർമാർ അകത്തെ ശബ്ദം കേട്ടെങ്കിലും അനങ്ങിയില്ല. ഡോക്ടർ പറയാതെ വാതിൽ തുറക്കാൻ പാടില്ലല്ലോ. ശാലുവിൻ്റെ കൈകളിൽ ഡോക്ടർ മുറുകെ പിടിച്ചു. 2 തടിക്കഷ്ണങ്ങൾ പോലെയാണ് അയാൾക്ക് തോന്നിയത്. ശാലുവിൻ്റെ വായ്ക്ക് ഇരുവശത്തും പ്രത്യക്ഷപ്പെട്ട തേറ്റപ്പല്ലുകൾക്ക് നീളമേറി. ഒപ്പം രക്തവർണമായ നാവ് പുറത്തേക്ക് വന്നു. മുറിയിൽ ഒരു കാറ്റ് വട്ടം ചുറ്റി. അവളുടെ മുടിയിഴകൾ കുഞ്ഞു സർപ്പങ്ങളെപ്പോലെ ഇളകിയാടി. അതിനിടെ അവളുടെ മുഖം മാറുന്നതും പകരം ഒരു യുവതിയുടെ മുഖം തെളിയുന്നതും കൂടി ചെറിയാൻ കണ്ടു. പിന്നീടൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം അവൾ അയാളുടെ കഴുത്തിന് നേരെ മുഖം താഴ്ത്തിയിരുന്നു. തലമുടി അയാളുടെ തലയ്ക്ക് മീതെ ചിതറി വീണു. ഡോക്ടർ ചെറിയാൻ ഒന്ന് പിടഞ്ഞു. കാലുകൾ നിലത്ത് ശക്തിയിൽ ചവിട്ടി നിരക്കി. പിന്നെ അവ നീണ്ടു തന്നെ കിടന്നു. ശാലുമോൾ മുഖമുയർത്തി. അപ്പോൾ അവൾ യാമിനിയായിരുന്നു. മുഖം നിറയെ ചോര. നാവു നീട്ടി അവൾ അത് നക്കിയെടുത്തു. പിടിവിട്ടപ്പോൾ വാഴത്തട പോലെ ഡോക്ടറുടെ ശരീരം തറയിൽ വീണു. അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞ ഒരു ചിരി വിടർന്നു. അവൾ ജനാലക്കരികിലെത്തി. പെട്ടെന്ന് അതിൻ്റെ പാളികൾ തനിയെ തുറക്കപ്പെട്ടു. കമ്പികൾക്കിടയിലൂടെ അവൾ അനായാസന പുറത്തേക്കിറങ്ങി. മുറിയിൽ വട്ടം ചുറ്റിയ കാറ്റും അവൾക്ക് പിന്നാലെ പോയി. ജനാലകൾ തനിയെ അടയുകയും കൊളുത്തുകൾ വീഴുകയും ചെയ്തു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഡോക്ടർ ചെറിയാൻ വാതിൽ തുറക്കാൻ പറയാത്തതിൽ പുറത്തുനിന്ന് അറ്റൻഡന്റുമാർ അസ്വസ്ഥരായി. സമയം പിന്നെയും കടന്നുപോയി. അടുത്തൊരു ക്ഷേത്രത്തിൽ നിന്നും സുപ്രഭാത ഗീതം ഉയർന്നു. സമയം 5 മണിയായെന്ന് അറ്റൻഡർമാർ അറിഞ്ഞു. മറ്റാരും അറിയാതെയാണ് കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സ്കാനിങ് സെൻറ്ററിൽ നിന്നും 2 തവണ ആളവിടെ വന്നുപോയി. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? ഒരു അറ്റൻഡർ അടുത്തയാളിനെ നോക്കി. അത് വേണോ?
ചെറിയാൻ ഡോക്ടർക്ക് ഇഷ്ടമാകുമോ? അടുത്തയാൾ: നേരം പുലരും മുമ്പ് സ്കാനിങ് നടത്തണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? നേരത്തെ ആ ശബ്ദങ്ങൾ കേട്ട ശേഷം അകത്ത് അനക്കമൊന്നും ഇല്ലാതാനും. എന്നാൽ പിന്നെ നമുക്ക് നോക്കാം. ശബ്ദം കേൾപ്പിക്കാതെ അവർ വാതിലിൻ്റെ ഓടാമ്പൽ മാറ്റി അകത്തേക്ക് നോക്കി. സീറ്റിൽ ഡോക്ടറില്ല. ടേബിളിൻ്റെ മുകളിലേക്ക് സ്ക്രീൻ മറിഞ്ഞു കിടക്കുന്നു. അവർക്ക് എന്തോ ഒരു സംശയം. ഒരാൾ തല അകത്തേക്കിട്ട് നോക്കി. കയറി വാടോ എന്ന് രണ്ടാമനോട് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടിക്കയറി. ആ ശബ്ദത്തിൽ തന്നെ രണ്ടാമന് ആവശ്യങ്ക തോന്നി. അയാളും അകത്തേക്ക് പാഞ്ഞു ചെന്നു. അവിടെ കണ്ണുകൾ തുറിച്ച് കാലുകൾ വളഞ്ഞ് നിശ്ചലം കിടക്കുന്ന ഡോക്ടർ ചെറിയാൻ. ഡോക്ടറെ, ഡോക്ടറെ! അവർ ഇരുവരും വിളിച്ചു. അനക്കമില്ല. മരിച്ചുവെന്ന് അവർക്ക് ബോധ്യമായി. ഇനി എന്തു ചെയ്യും? അവർ പരസ്പരം നോക്കി. നേഴ്സുമാരോ മറ്റാരെങ്കിലും അറിയാതെ ഡോക്ടർ ചെറിയാൻ നടത്തിയ ഒരു നീക്കമായിരുന്നു അത്. സ്കാനിങ് സെൻറ്ററിൽ ഉള്ളവരോട് പോലും ആരെയാണ് സ്കാൻ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നില്ലെന്ന് അവർക്കറിയാം. ആ പെങ്കൊച്ചെന്തിയടാ? ചുറ്റും നോക്കുന്നതിനിടയിൽ ഒരാൾ തിരക്കി. ഇരുവരും ചേർന്ന് അവിടെ മുഴുവൻ നോക്കി. ഷാലുവിനെ കാണാതെ വന്നപ്പോൾ അവർക്ക് സംശയമായി. ആ കൊച്ചു പുറത്തു പോയിട്ടില്ല, അതുറപ്പാ. ആ വാതിൽ കഴിഞ്ഞാൽ ഇനിയുള്ള ജനലുകളാ. അതിലൂടെ ഒരാൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. മാത്രമല്ല, എല്ലാ ജനൽപ്പാളികളും അകത്തുനിന്ന് അടച്ചിരിക്കുകയാണ്. പിന്നെ അവളെന്തേ? ആർക്കറിയാം. ഏതായാലും ഡോക്ടറെ കൊന്നത് അവൾ തന്നെയാണ്. തീർത്ത് പറയാൻ പറ്റില്ല. ആ കൊച്ചിന് ക്ലോറോഫോം കൊടുത്തതല്ലേ? അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹത്തെ കൊല്ലാൻ ആ കൊച്ചു പെണ്ണിന് കഴിയുമോ? നമ്മളിങ്ങനെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. തടി രക്ഷിക്കാൻ നോക്കണം. അല്ലെങ്കിൽ നടന്നതെന്ന് അതുപോലെ പറഞ്ഞാൽ ആ കൊച്ചിനെയും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇരുവരും പെട്ടെന്ന് പുറത്തേക്കിറങ്ങി വാതിൽ ചാരി. പക്ഷേ സ്കാനിങ് സെൻറ്ററിൽ നിന്നും അന്വേഷിച്ചു വന്നവർ നമ്മളെ കണ്ടിരുന്നല്ലോ. അത് സാരമില്ല, ഇവിടെ വന്ന് നിൽക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ ചെയ്തു. പക്ഷെ ഡോക്ടറെ കണ്ടില്ല. അങ്ങനെ നമ്മൾ പറയാവൂ. അവർ മുന്നോട്ട് നടന്നു. നമുക്ക് ആ കൊച്ചും മറ്റും കിടന്നിരുന്ന മുറിയിലൊന്ന് പോയി നോക്കാം. ശരി. അവർ ആ മുറിയിലെത്തി. അപ്പോൾ വാതിൽ തുറന്ന് ജയലക്ഷ്മി പുറത്തേക്ക് വരികയായിരുന്നു. ഒളികളിട്ട് അറ്റൻഡർമാർ അകത്തേക്ക് നോക്കി. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഷാലു കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്നു. ഇതെന്താ മറിയമായ? നമ്മൾ വാതിൽ തുറന്ന തക്കത്തിന് ഇവൾ രക്ഷപ്പെട്ടിരിക്കും. അത് ശരിയാണെന്ന് രണ്ടാമനും തോന്നി. രാവിലെ 6 മണിക്ക് ആ അറ്റൻഡർമാരുടെ ഡ്യൂട്ടി തീർന്നു. അവർ അവിടം വിട്ട് മടങ്ങുകയും ചെയ്തു. ഡോക്ടർ ചെറിയാൻ മരിച്ച വിവരം ആശുപത്രിയിൽ പരക്കാൻ 1 മണിക്കൂർ കൂടി വേണ്ടി വന്നു. ഒരു തൂപ്പുകാരിയാണ് കണ്ടത്. രാവിലെ ഡോക്ടറുടെ മുറി തുടയ്ക്കാനായി അകത്ത് കടന്ന ആ സ്ത്രീ ഒറ്റ അലർച്ചയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരും രോഗികളുടെ ബന്ധുക്കളും ഓടിയെത്തി. അവിടെ ഡോക്ടറെ കണ്ട് സകലരും ഞെട്ടി. ആശുപത്രിക്ക് അടുത്തു തന്നെയായിരുന്നു ഡോക്ടറുടെ ക്വാർട്ടേഴ്സ്. അദ്ദേഹത്തിന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ജീവനക്കാർ ഓർത്തു. പിന്നെന്തിന് ഇവിടെ വന്നു? ഏതായാലും മരണം സ്ഥിരീകരിക്കപ്പെട്ടു. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. SI മുകുന്ദനും സംഘവും എത്തി. മാധുരിയും ജയലക്ഷ്മിയുമൊക്കെ ഡോക്ടർ ചെറിയാൻ്റെ മരണവാർത്ത അറിഞ്ഞു. കൊന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്തിന് അയാളെ കൊല്ലണം? എത്ര നല്ല പെരുമാറ്റമായിരുന്നെന്നോ. ജയലക്ഷ്മി മാധുരിയോട് പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഭാവത്തിലിരിക്കുകയായിരുന്നു ഷാലുമോൾ. എന്നാലും ആർക്കാണ് എൻ്റെ ശ്രീരാമ ഭഗവാനെ ഇങ്ങനെ തോന്നിയത്? മാധുരി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അമ്മേ, നമുക്ക് പോകണ്ടേ? അവൾ ജയലക്ഷ്മിയെ നോക്കി. പോകണം. രാവിലെ അനിരുദ്ധൻ്റെ മുറിയിൽ അവർ ചെന്നു. പക്ഷേ അയാൾക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോകുക അനിരുദ്ധ. ശരി. അയാൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവർ പുറത്തേക്ക് വരുമ്പോൾ ഡോക്ടർ ചെറിയാൻ്റെ മൃതദേഹത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയായിരുന്നു ഇൻസ്പെക്ടർ മുകുന്ദൻ. കൊലപാതകമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെട്ടു. പക്ഷേ കൊലയാളിയുടേതെന്ന് കരുതാൻ പാകത്തിൽ തെളിവുകളൊന്നും കിട്ടിയില്ല. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഉന്നതങ്ങളിൽ പിടിപാടുള്ളവരായിരുന്നു. തങ്ങളുടെ ഒരു ഡോക്ടറെ കൊലപ്പെടുത്തിയത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവർ ഉയർന്ന പോലീസ് റാങ്കിൽ ഉള്ളവരുമായി ബന്ധപ്പെട്ടതിനനുസരിച്ച് ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവരാൻ തീരുമാനമായി. ആ മെസ്സേജ് കിട്ടിയതിൽ FIR പൂർത്തിയാക്കിയ മൃതദേഹം അവിടെ തന്നെ കിടത്തി. മാധുരിയും ജയലക്ഷ്മിയും ഷാലുമോളും വീട്ടിലേക്ക് പോകാൻ ആശുപത്രി മുറ്റത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നത്. അതിൽ നിന്നും 2 നായ്ക്കളുമായി പോലീസുകാർ ഇറങ്ങിയതും ഷാലു നായ്ക്കളെ നോക്കി. അവളുടെ കണ്ണുകളിലൊന്ന് ചെറുതായി. നായ്ക്കളെത്തിയല്ലോ, ഇനിയിപ്പോൾ കൊലയാളിയെ കണ്ടുപിടിക്കാൻ എളുപ്പമാവും, ജയലക്ഷ്മി പറഞ്ഞു. ഷാലു അത് കേട്ടു. അവളുടെ മുഖത്ത് അതുവരെ ഉണ്ടാകാത്ത ഒരു ഭാവം മിന്നി പറഞ്ഞു.
നമുക്ക് പോകാം, എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. മാധുരി തിടുക്കം കുട്ടി. ആശുപത്രി മുറ്റത്തുണ്ടായിരുന്ന ഒരു ഓട്ടോയിൽ അവർ കയറി. അത് ഗേറ്റ് കിടക്കുമ്പോഴേക്കും പോലീസ് നായ്ക്കൾ ഡോക്ടർ ചെറിയാൻ്റെ ജഡത്തിനരികിലെത്തിയിരുന്നു. അവിടെയൊക്കെ മണം പിടിച്ച് നടന്ന നായ്ക്കൾ ജനാലയ്ക്കൽ പോയി നിന്ന് പുറത്തേക്ക് നോക്കി കുരച്ചു. പിന്നീട് പിന്തിരിഞ്ഞ് പുറത്തേക്ക് ഓടി. ഇടനാഴിയിലൂടെ നായ്ക്കൾ വരുന്നത് കണ്ടപ്പോൾ ആളുകൾ ഭീതിയോടെ ഒഴിഞ്ഞു മാറി. മാധുരിയും ജയലക്ഷ്മിയും ശാലമോളും കിടന്നിരുന്ന മുറിയിൽ അവ എത്തി. തുടലിൽ പിടിച്ചിരുന്ന പരിശീലകർ ചുറ്റും നോക്കി. അവിടെ നിന്നും അവ അനിരുദ്ധൻ കിടന്നിരുന്ന മുറിയിലുമെത്തി. അനിരുദ്ധൻ ഭയന്നുപോയി. പോലീസുകാർ അയാളെ തുറച്ചു നോക്കി. നായ്ക്കൾ അവിടെ നിന്നും പിൻവാങ്ങി. പിന്നെ ഒറ്റച്ചാട്ടമായിരുന്നു. പരിശീലകരുടെ കയ്യിൽ നിന്നും തുടലിലെ പിടിപെട്ടുപോയി. ടൈഗർ, ടിപ്പു സ്റ്റോപ്പ്! അവർ നായ്ക്കളുടെ പിന്നാലെ ഓടി. പക്ഷെ അവ നിന്നില്ല. റോഡിലെത്തി അവ ശാലുമോളും മറ്റും സഞ്ചരിച്ചിരുന്ന ഓട്ടോയ്ക്ക് പിന്നാലെ ഓടി. പോലീസുകാർ ജീപ്പിൽ പിന്നാലെ. നല്ല വേഗത്തിലായിരുന്നു ഓട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഷാലു ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി. നായ്ക്കൾ ഓട്ടോയ്ക്ക് പിന്നാലെ ഓടി വരുന്നത് അവൾ കണ്ടു. ഷാലുമോൾ ഓട്ടോയ്ക്കുള്ളിൽ തൻ്റെ ഇരുഭാഗത്തും ഇരിക്കുന്ന മുത്തശ്ശിയെയും അമ്മയെയും നോക്കി. അവർ പുറത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവൾ പിന്നിലേക്ക് ശ്രദ്ധിച്ചു. നായ്ക്കൾ അടുത്തെത്താറായിരിക്കുന്നു. തൊട്ടു പിന്നാലെ പോലീസ് ജീപ്പും. തന്നെ തേടിയാണ് ആ വരവെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോൾ അവളുടെ കണ്ണുകളിൽ വൈരക്കല്ലുകളുടെ പ്രകാശമുണ്ടായി. നിമിഷങ്ങൾ. നായ്ക്കൾ കുരച്ചുകൊണ്ട് ഓട്ടോയോട് ഓടുകയായിരുന്നു. ഛേ, ഇതുങ്ങളെന്നാ നമ്മുടെ പിന്നാലെ? റിയർവ്യൂ മീറ്ററിലൂടെ നോക്കിക്കൊണ്ട് ഡ്രൈവർ പിറുവിറുത്തു. അതോടൊപ്പം അയാൾ ഓട്ടോയുടെ വേഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അത് കണ്ട് മാധുരിയും ജയലക്ഷ്മിയും തിരിഞ്ഞു നോക്കി. അവരുടെ നെറ്റി ചുളിഞ്ഞു. ജീപ്പിലിരുന്ന പോലീസുകാർക്ക് നായ്ക്കൾ ഉന്നം വയ്ക്കുന്നത് ഓട്ടോയെ ആണെന്ന് മനസ്സിലായിരുന്നില്ല. എല്ലാം അറിയുന്ന ഒരാൾ പക്ഷേ ഉണ്ടായിരുന്നു. അങ്ങകല ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുകയായിരുന്ന ബ്രഹ്മദത്തൻ. തൻ്റെ മനഃശക്തിയാൽ അയാളെല്ലാം തൊട്ടുമുന്നിൽ എന്നതുപോലെ കാണുകയായിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. പിന്നെ അമാന്തിച്ചില്ല. കണ്ണുകൾ പൂട്ടി ധൃതിയിൽ അയാൾ മന്ത്രജപം തുടങ്ങി. ക്ഷിപ്രഫലമായിരുന്നു. ആകാശത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ മറ്റൊരു രൂപം കൂടി തെളിഞ്ഞു വരുന്നത് ആരും കണ്ടില്ല. 2 സൂര്യന്മാർ. അതിൽ രണ്ടാമതുണ്ടായത് ഒരു ഉത്കട വേഗത്തിൽ പോലീസ് ജീപ്പിനെയും നായ്ക്കളെയും തേടി വരികയായിരുന്നു. താഴേക്ക് വരുന്തോറും അതിൻ്റെ വലിപ്പം കൂടി വന്നു. പട്ടണത്തിന് മീതെ ഒരു മിന്നൽ പോലെ പാഞ്ഞുപോയി. കറങ്ങുന്ന തീകോളം. ചിലരൊക്കെ അത് കണ്ട് അമ്പരന്നു. നായ്ക്കളുടെ കാലുകൾക്ക് വേഗത കൂടിക്കഴിഞ്ഞിരുന്നു. തങ്ങളുടെ ഇര ആ ഓട്ടോയിലുണ്ടെന്ന് മനസ്സിലാക്കിയ അവ തറയിൽ നിന്നും കുതിച്ചു ചാടി. പെട്ടെന്ന് അന്തരീക്ഷത്തിലൂടെ പറന്നെത്തിയ ഒരു തീകോളം ഒരു മലയായി അവയെയും ജീപ്പിനെയും പൊതിഞ്ഞു. കുരനിർത്തി നായ്ക്കൾ ദയനീയമായി നിലവിളിച്ചു. ഓടുന്നതിനിടയിൽ തന്നെ നായ്ക്കൾ കത്തിയെരിഞ്ഞു. ജീപ്പും അതിനുള്ളിലിരുന്ന SI മുകുന്ദനും SI രാംദാസും ഉൾപ്പെടെയുള്ള പോലീസുകാരും കത്തിയെരിഞ്ഞു. ജീപ്പ് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് ഓടയിലേക്ക് മറിഞ്ഞു. ഒപ്പം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. നായ്ക്കൾ റോഡരികിൽ കിടന്നെരിഞ്ഞു. ശാലുമോൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു. ഹായ്, എന്താ അത്? മാധുരിയും ജയലക്ഷ്മിയും ആ കാഴ്ച കണ്ട് ഒരേ സ്വരത്തിലാണ് ചോദിച്ചത്. പിന്നിലെ അഗ്നി കണ്ട് ഓട്ടോ പരമാവധി വേഗത്തിൽ പായിക്കുന്നതിനിടയിൽ ഡ്രൈവറാണ് മറുപടി നൽകിയത്. വല്ല ഭീകരന്മാരും ജീപ്പിന് ബോംബ് വെച്ചതാവും. അപ്പോൾ നായ്ക്കളോ? ജയലക്ഷ്മിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജീപ്പിൽ നിന്ന് തീ തെറിച്ചു വീണ് കാണും. കുറച്ച് തീ തെറിച്ചു വീണ പച്ച മാംസം അങ്ങനെ കത്തിയെരിയുമോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ജയലക്ഷ്മിക്ക്. പക്ഷെ അവൾ മൗനം പാലിച്ചു. കൃത്യം പൂർത്തിയായതിൻ്റെ സന്തോഷത്താൽ ബ്രഹ്മദത്തൻ ചിരിച്ചു. ശാലുമോളെ ഇപ്പോൾ മറ്റാരും സംശയിച്ചാൽ ശരിയാവില്ല. കുറെ കൂടി അനുഭവിക്കാനുണ്ട് ചെറുകുന്നത്ത് തറവാട്ടുകാർ. തന്നോട് ചെയ്തതിൻ്റെ മുതലും പലിശയും മാത്രമല്ല, പലിശയുടെ പലിശ കൂടി അവർക്ക് തിരിച്ചു നൽകിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഇത്രയും നാൾ ജീവിച്ചതിൻ്റെ പൊരുൾ? എന്തായാലും തിന്മയെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ തനിക്കാവില്ല. അത്രയ്ക്ക് വലിയ മഹാമനസ്കതയൊന്നും തനിക്കില്ലതാനും. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെറുകുന്നത്തെ തറവാട്ടിൽ നിന്നും വിങ്ങുന്ന ശരീരവുമായി മനസ്സുമായി ഭദ്രേട്ടൻ്റെ കൂടെ മടങ്ങിപ്പോന്ന രംഗം ഒരിക്കലും തൻ്റെ മനസ്സിൽ നിന്നും മായുകയില്ല. കൊലക്കറ്റും ചുമത്തപ്പെട്ട് താൻ പിടിയിലായപ്പോൾ ഭദ്രേട്ടൻ ജാമ്യത്തിലിറങ്ങിയപ്പോൾ
മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം പൂജിച്ച ചിത്രമായിരുന്നു വിനയപ്രഭയുടേത്. ആരൊക്കെ എതിർത്താലും അവൾ തൻ്റെ കൂടെ ഇറങ്ങിപ്പോരുമെന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഭദ്രേട്ടൻ വിലക്കിയിട്ട് പോലും താൻ ആ പടിപ്പുര കടന്നു ചെന്നത്. എന്നിട്ടോ ഭൂമിയിലേക്ക് താണുകൊണ്ടിരുന്ന താൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ മാത്രം. അന്ന് അവിടെ നിന്നും മടങ്ങിയപ്പോഴേ ആ തറവാടിൻ്റെ അവസാന കല്ലുവരെ തകർന്നടിയുന്ന രംഗം മനസ്സിൽ കണ്ടിരുന്നു ഞാൻ. അന്നത്തെ സാധാരണക്കാരനായ ബ്രഹ്മദത്തിൽ നിന്നും ഇന്നത്തെ മാന്ത്രികരായ ബ്രഹ്മദത്തനിൽ എത്തിച്ചേരാൻ എന്തുമാത്രം പ്രയത്നിച്ചു താൻ. വിനയപ്രഭ പകർന്നു തന്ന സുഖസന്തോഷങ്ങൾ മനസ്സിൽ നിന്നും മാറ്റാൻ എന്തുമാത്രം പ്രയത്നിക്കേണ്ടി വന്നു. എന്തോ വളരെ വർഷങ്ങൾക്ക് ശേഷം ബ്രഹ്മദത്തൻ അതൊക്കെ ഓർക്കാൻ തുടങ്ങി. അടിയേറ്റ് മണ്ണുരഞ്ഞ് വിണ്ടുകീറി ചോരയൊലിക്കുന്ന ശരീരവുമായി ഭദ്രന് പിന്നാലെ കുനിഞ്ഞ ശിരസോടെ ചെറുകുന്നത്ത് തറവാടിൻ്റെ പടിപ്പുര കടക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പുറത്ത്. ഗ്രാമത്തിലെ ഭൂരിഭാഗം ആളുകളും അവിടെ തടിച്ചുകൂടി നിന്നിരുന്നു. അവരുടെ പരിഹാസവും അനുകമ്പയും നിറഞ്ഞ നോട്ടങ്ങളും സംസാരവും. ബ്രഹ്മദത്തൻ കുറെ കൂടി തളർന്നു. ഒരത്താണിക്കെന്നോണം ഭദ്രൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഭദ്രേട്ടാ! അയാൾ വിളി കേട്ടില്ല. പകരം അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. പാടവും ക്ഷേത്രവും കഴിഞ്ഞ ഒരിടത്ത് അവർ നിന്നു. ആളുകളുടെ കണ്ണുകൾ അപ്പോഴും പിന്തുടർന്നെത്തുന്നുണ്ടായിരുന്നു. ഒരു കടയിൽ നിന്നും അയാൾ അവന് സോഡ വാങ്ങിക്കൊടുത്തു. കുടിച്ചിട്ട് ദാഹം തീർന്നില്ല. ഒന്നുകൂടി കുടിച്ചു. മുഖം കഴുകി. വല്ലാത്തൊരു നീറ്റൽ. വീണ്ടും യാത്ര. ഇടയ്ക്കിരുവരും സ്ഫടികം പോലത്തെ വെള്ളമുള്ള ഒരു തോട്ടിലിറങ്ങി കുളിച്ചു. ശരീരം പുകഞ്ഞു നീറുകയാണ്. ബ്രഹ്മദത്തൻ വല്ലാതെ പൊളഞ്ഞുപോയി. അത് കണ്ട് ഭദ്രം പറഞ്ഞു, വേണമെങ്കിൽ ഒറ്റ മന്ത്രം കൊണ്ട് എനിക്ക് നിൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ ഇല്ലാതാക്കാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം നിൻ്റെ മനസ്സും ശരീരവും നീറിപ്പുകയണം. അപ്പോൾ നിനക്ക് നരനാരായണനോടുള്ള വാശി കൂടണം. അതാണ് എൻ്റെ ഉദ്ദേശം. ഒന്നും പിടികിട്ടാതെ ബ്രഹ്മദത്തൻ ഭദ്രനെ നോക്കി. ആ മുഖത്ത് വിവേചിച്ചറിയുവാനാവാത്ത ഒരു ഭാവമായിരുന്നു. മുണ്ട് തിരുമ്മി കഴുകുന്നതിനിടയിൽ മടിയോടെയാണെങ്കിലും അവൻ തിരക്കി, ഭദ്രേട്ടന് നരനാരായണൻ നമ്പൂരിയോട് പകയുണ്ടായിരുന്നോ? അതുണ്ടാവാനുള്ള കാര്യം എന്താ? പറയാം. ഓർമ്മകളിൽ ഒരു നിമിഷം പതറി നിന്നിട്ട് അയാൾ തുടർന്നു, നിന്നോടെല്ലാം പറയാം ഞാൻ, സമയമാകുമ്പോൾ. ഒരുപക്ഷെ എനിക്ക് കഴിയാത്തത് നിനക്ക് കഴിഞ്ഞാലോ? അപ്പോഴും ബ്രഹ്മദത്തിന് കാര്യം പിടിയിട്ടില്ല. പിന്നീട് അവരുടെ യാത്ര ഇരുട്ടിലൂടെയായിരുന്നു. തൻ്റെ വാസസ്ഥലത്തെത്തിയ ഭദ്രൻ പെട്ടെന്ന് നിന്നു. മുന്നോട്ട് നീങ്ങാനാഞ്ഞ ബ്രഹ്മദത്തിനെ തടഞ്ഞു നിർത്തി. മുന്നിലേക്ക് നോക്കിയ ബ്രഹ്മദത്തൻ്റെ കണ്ടത്തിൽ നിന്നും വിലാപസമാനമായ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ഈശ്വര! മുന്നിൽ ആ വീടുണ്ടായിരുന്നില്ല. പകരം ഒരു ചാമ്പൽ കൂന. അതിൽ നിന്നും അപ്പോഴും പുക ഉയരുന്നുണ്ടായിരുന്നു. ഒരു കാറ്റ് വീശിയപ്പോൾ അതിൽ തീക്കനലുകൾ തിളങ്ങി. ഭദ്രേട്ടാ, നമ്മുടെ വീട് ഒക്കെ അയാളുടെ കളിയാദത്ത, ആ നരനാരായണൻ്റെ. പക്ഷെ ഒന്ന് അയാൾ മറന്നു. എൻ്റെ പരദേവതയെ കൂടിയാണ് ചുട്ടരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലം അയാൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഭദ്രൻ മുന്നോട്ട് നടന്നു. ആ ചാമ്പൽ കൂനയ്ക്ക് 3 തവണ വലം വച്ചു. പിന്നെ മടങ്ങിയെത്തി. പോകാം, ഇനി ഇവിടെ നിന്നാ നമുക്ക് തന്നെയായിരിക്കും ദോഷം. ഇരുളിലൂടെ ഭദ്രന് പിന്നാലെ അവൻ നടന്നു. ഏതൊക്കെയോ വഴികളിലൂടെ. നേരം പുലരാറായപ്പോഴാണ് യാത്ര അവസാനിച്ചത്. ഒരു വലിയ കാവായിരുന്നു മുന്നിൽ. 4-5 ഏക്കർ ചുറ്റളവുണ്ടതിനെന്ന് ബ്രഹ്മദത്തന് തോന്നി. ആകാശം മുട്ട ഉയരത്തിൽ ശാഖകൾ വിടർത്തി നിൽക്കുന്ന കൂറ്റൻ വൃക്ഷങ്ങൾ, 100 കണക്കിന് പെരുമ്പാമ്പുകളെപ്പോലെ അവയിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വള്ളികൾ, കാവിനുള്ളിലെ കാഴ്ചകളെപ്പോലും മറയ്ക്കുന്ന കുറ്റിക്കാടുകളും ചെറുവൃക്ഷങ്ങളും, തൊട്ടടുത്ത് തന്നെ പായൽ നിറഞ്ഞ ഒരു കുളം. അതിൻ്റെ പടവുകളിൽ പുല്ലും കരിയിലകളും ധാരാളം. കുളത്തിലെ ജലത്തിൻ്റെ ശുദ്ധിയൊന്നും നോക്കണ്ട, വരൂ നമുക്കൊന്ന് മുങ്ങിക്കയറാം. ഇരുവരും അതിൽ 3 വട്ടം മുങ്ങിയുയർന്നു. ഇരുളും വെളിച്ചവും ഇടകലർന്നു തുടങ്ങിയ ആ നേരത്ത് വലതുകാൽ വെച്ച് അവരിരുവരും കാവിനുള്ളിലേക്ക് കടന്നു. കാവിൻ്റെ ഒത്ത നടുവിൽ നിൽക്കുന്ന ഒരു വലിയ മരത്തിന് 10 പേര് പിടിച്ചാലും എത്താത്ത വലിപ്പമുണ്ടായിരുന്നു.
വേരുകൾക്കിടയിൽ 3-4 പേർ ഇരുന്നാലും മഴ നനയാതെ കഴിയാം. വൃക്ഷത്തിൻ്റെ ഒരു ഭാഗത്ത് വേരുകൾക്കിടയിലെ കരിയില വീണ് കിടക്കുന്ന ഒരു വിഗ്രഹം. നേരം നന്നായി പുലർന്നു. ഭദ്രൻ മുന്നോട്ട് നീങ്ങി ആ വിഗ്രഹത്തിൻ്റെ കരിയിലകൾ നീക്കുകയായിരുന്നു. പെട്ടെന്നൊരു ശീൽക്കാരം. ബ്രഹ്മദത്തൻ അങ്ങോട്ട് നോക്കി. അവിടെ ഒരു തല ഉയർന്നു വരുന്നത് കണ്ടു. ഒരു വലിയ പാമ്പിൻ്റെ തല. അധ്യായം 10. ബ്രഹ്മദത്തൻ അറിയാതെ 2 അടിയോളം പിന്നോട്ട് മാറി. വിഗ്രഹത്തിലെ കരിയിലകൾ നീക്കുകയായിരുന്ന ഭദ്രന് ആ പാമ്പിനെ കണ്ടിട്ട് യാതൊരു കുലുക്കവും തോന്നിയില്ല. പാമ്പ് പിന്നെയും മുകളിലേക്ക് ഉയർന്നു. അതിൻ്റെ ഫണത്തിന് ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി ചേർത്ത് വെച്ചാലുള്ള വലിപ്പമുണ്ടായിരുന്നു. കാവിലെ വൃക്ഷങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്ന വെളിച്ചത്തിൻ്റെ ചെറുതുണ്ടുകൾക്കിടയിൽ അതൊരു ഭീകരമായ കാഴ്ചയായിരുന്നു. കരിക്കട്ടയുടെ നിറമുള്ള മൂർഖൻ. അതിൻ്റെ കുഞ്ഞിക്കണ്ണുകളിൽ നീലത്തിളക്കം. വിഷം മുറ്റി നിൽക്കുന്ന കരിമൂർഖനാണ് അതെന്ന കാര്യത്തിൽ ബ്രഹ്മദത്തിന് സംശയമേ ഉണ്ടായിരുന്നില്ല. അതൊന്ന് സ്പർശിച്ചാൽ ആ ക്ഷണം മരണം ഉറപ്പാണ്. ഭദ്രൻ എന്തോ മന്ത്രം ജപിച്ചുകൊണ്ട് പാമ്പിനെ നോക്കി പുഞ്ചിരിച്ചു. വിഗ്രഹത്തിന് ചുറ്റുമുള്ള കരിയിലകൾ മുഴുവൻ നീക്കം ചെയ്തു കഴിഞ്ഞിരുന്നു അയാൾ. പിന്നീട് ആ കൂറ്റൻ വൃക്ഷത്തിൻ്റെ മറുഭാഗത്തേക്ക് അയാൾ നീങ്ങി. അവിടെ വേരുകൾക്കിടയിലുണ്ടായിരുന്ന പൊത്തിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. കരിയിലയും പായലും പിടിച്ച് പച്ച നിറമാർന്ന വെള്ളം. ഒരു കൈയിൽ വെള്ളം കോരിയെടുത്ത് ഇമകൾ പൂട്ടി നിന്ന് അയാളേതോ മന്ത്രം ജപിച്ചു. പിന്നെ കയ്യിലിരുന്ന വെള്ളം ആ പൊത്തിലേക്ക് തന്നെ വീഴ്ത്തി. ക്ഷിപ്രഫലമായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ അതിൻ്റെ നിറം മാറി. അപ്പോഴുണ്ടായ ശുദ്ധജലം പോലെ അത് തോന്നിച്ചു. 2 കൈകളും ചേർത്ത് പിടിച്ച് ഒരു കുമ്പിൾ വെള്ളം കോരിക്കൊണ്ട് അയാൾ വിഗ്രഹത്തിന് മുന്നിലെത്തി. അതിൻ്റെ ശിരസിലേക്ക് വെള്ളം തുള്ളിത്തുള്ളിയായി വീഴ്ത്തിക്കൊണ്ട് മന്ത്രജപം തുടർന്നു. പെട്ടെന്ന് ആ വടവൃക്ഷം ഒന്ന് കുലുങ്ങി. അതിൽ ചേക്കേറിയിരുന്ന അസംഖ്യം കടവാവലുകൾ വികൃതമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പറന്നുയർന്നു. ബ്രഹ്മദത്തൻ മുകളിലേക്ക് നോക്കി. ചെറിയ ഇരുൾക്കട്ടകൾ പോലെ വാവലുകൾ. വൃക്ഷച്ചോട്ടിലിരുന്ന വിഗ്രഹത്തിന് ജീവനുണ്ടെന്ന് തോന്നി ബ്രഹ്മദത്തന്. ആ വലിയ പാമ്പ് കാവു നടുങ്ങും വിധം ഒരു സീൽക്കാരം പുറപ്പെടുവിച്ചു. പിന്നെ അത് വൃക്ഷത്തിൻ്റെ വേരുകൾക്കിടയിൽ എവിടെയോ അലിഞ്ഞു ചേർന്നതുപോലെ മറഞ്ഞു. ഈ കാണുന്നതൊക്കെ സ്വപ്നമാണെന്ന ഭാവമായിരുന്നു ബ്രഹ്മദത്തന്. അപ്പോൾ ഭദ്രൻ അവനെ നോക്കി ചിരിച്ചു. സംതൃപ്തിയുടെ ചിരി. ഇനി തൽക്കാലം ഇതാണ് ദത്ത നമ്മുടെ ആവാസസ്ഥാനം. ഇവിടെ വെച്ച് നമുക്ക് ഒത്തിരി കർമ്മങ്ങൾ പൂർത്തിയാക്കണം. ബ്രഹ്മദത്തൻ തലയാട്ടി. ഈ ഭാഗത്തെങ്ങും ആൾതാമസം അധികമില്ല. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും കണ്ടെത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുമെന്ന് സംശയം വേണ്ട. പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കളും മറ്റും ഈ ഭാഗത്ത് ധാരാളമുണ്ട് താനും. അത്യാവശ്യം വേണ്ട സാധന സാമഗ്രികൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം, ആഹാരം ഉൾപ്പെടെ. അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ വല്ലതുമുണ്ടെങ്കിൽ നമുക്ക് വാടകയ്ക്കെടുക്കുകയും ചെയ്യാം. ബ്രഹ്മദത്തൻ എല്ലാം ശ്രദ്ധയോടെ കേട്ടുനിന്നു. എങ്കിലും അവന് നല്ല തളർച്ചയുണ്ടായിരുന്നു. ഒത്തിരി നടന്നതിൻ്റെ ക്ഷീണം. അതിനേക്കാളുപരി ശരീരത്തിനും മനസ്സിനുമേറ്റ മുറിപ്പാടുകൾ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പോഴേക്ക് നീ പൂജയ്ക്ക് ആവശ്യമായ പൂക്കൾ കൊണ്ടുവരണം. ബ്രഹ്മദത്തനെ അവിടെ തനിച്ചാക്കി ഭദ്രൻ പോയി. വല്ലാതെ ഭീതി തോന്നി അവന്. ഏക്കറുകൾ പരന്നു കിടക്കുന്ന ഈ കാവനുള്ളിൽ താൻ മാത്രം. നേരത്തെ കണ്ട ഉഗ്രവിഷമുള്ള പാമ്പ് പെടുന്നതിനെ അവൻ്റെ ഓർമ്മയിലെത്തി. ഞെട്ടലോടെ അവൻ ചുറ്റും നോക്കി. തന്നെ ദംശിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ആ പാമ്പ് ഇവിടെ എങ്ങാനും ഒളിഞ്ഞിരിപ്പുണ്ടോ? അവൻ ആശ്വസിക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലല്ലോ. വൃക്ഷവേരുകൾക്കിടയിൽ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മൂർത്തിയുണ്ടല്ലോ. ഏത് മൂർത്തിയാണെന്ന് തനിക്കറിയില്ലെങ്കിലും എല്ലാ വിശ്വാസങ്ങളും അവൻ അതിലർപ്പിച്ചു. ഉള്ളുകൊണ്ട് മൂർത്തിയെ നമസ്കരിച്ചു. ഭദ്രേട്ടൻ മടങ്ങി വരും മുമ്പ് പൂക്കൾ ശേഖരിക്കണം എന്ന വിചാരത്തോടെ എഴുന്നേറ്റു. തെച്ചിപ്പൂവും മറ്റും ധാരാളമായി ഉണ്ടായിരുന്നു കാവില്. വട്ടയിലകൾ പറിച്ച് അതുകൊണ്ട് കുമ്പിളുണ്ടാക്കി അവൻ പൂക്കളിറക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ മനസ്സിൽ ചെറുകുന്നത്ത് തറവാടും തെളിഞ്ഞു. നരനാരായണൻ്റെയും മാധുരിയുടെയും വിനയപ്രഭയുടെയും മുഖങ്ങൾ തെളിഞ്ഞു. അറിയാതെ അവൻ പല്ലിറുമി. പിശാചുക്കളുടെ സങ്കേതമാണ് ചെറുകുന്നത്ത് തറവാട്. അവയെ ഉച്ചാടനം ചെയ്ത് ആ സങ്കേതം കത്തിക്കരിക്കാതെ തൻ്റെ മനസ്സ് ശാന്തമാവില്ലെന്ന് അവൻ അറിഞ്ഞു. ഒരിക്കലും താൻ അത് ചെയ്യും. അങ്ങനെ വിചാരിച്ച നിമിഷത്തിൽ
കാവിന് മുകളിൽ ഒരു ചിറകടി ശബ്ദം കേട്ടു. ഞെട്ടലോടെ തലയുയർത്തിയ ബ്രഹ്മദത്തൻ കണ്ടു. കാവിന് മുകളിലിരുന്ന് തന്നെ തന്നെ തുറച്ചു നോക്കുന്ന ഒരു കഴുകൻ. നീണ്ട കത്തി പോലെയുള്ള ചുണ്ടുകളും തൂവലുകളില്ലാത്ത വികൃതമായ കഴുത്തുമുള്ള ഒരു കറുത്ത കഴുകൻ. വല്ലാത്ത ഭാവത്തിൽ അതൊന്ന് ചിരച്ചു. ആ ശബ്ദത്തിൽ കാവൊന്നു നടുങ്ങി. പിന്നീട് അതിനെ നോക്കാനുള്ള ധൈര്യമില്ലാതെ അവൻ പൂക്കളറുത്തു തുടങ്ങി. ഒപ്പം ലളിത സഹസ്രനാമം ജപിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞു നോക്കിയപ്പോൾ കഴുകനെ കാണാനില്ല. വളരെ വേഗം ഭദ്രൻ മടങ്ങിയെത്തി. 2 കടലാസ് കവറുകൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഒന്നകലെ വെച്ചിട്ട് രണ്ടാമത്തേത് അയാൾ തുറന്നു. പൂജാസാധനങ്ങളായിരുന്നു അതിൽ. ഒരു ചെറിയ മൺവിളക്ക്, എണ്ണ, തിരികൾ, കർപ്പൂരം, ചന്ദനത്തിരി, ചന്ദനം, സിന്ദൂരം, ചെറിയ കിണ്ടി, മഞ്ഞൾപ്പൊടി തുടങ്ങി അത്യാവശ്യം വേണ്ടതെല്ലാം അതിലുണ്ടായിരുന്നു. ദർഭപ്പുല്ലും കറുകപ്പുല്ലും മറ്റും ഈ പരിസരത്ത് ധാരാളമുണ്ട്. അത് നമുക്ക് അനുഗ്രഹമാണ്. പൂജാസാധനങ്ങൾ നിരത്തി വയ്ക്കുന്നതിനിടയിൽ ഭദ്രൻ പറഞ്ഞു, ഭദ്രേട്ടനെ ആരും കണ്ടില്ലേ? അതറിയാനായിരുന്നു ബ്രഹ്മദത്തിന് ധൃതി. കണ്ടില്ല. കാണേണ്ടവർക്കല്ലാതെ ചില നേരങ്ങളിൽ എന്നെ കാണാനും കഴിയില്ല. അയാൾ ആ പറഞ്ഞതിൻ്റെ പൊരുൾ അവന് പിടികിട്ടിയില്ല. ഒക്കെ മനസ്സിലായിക്കോളും. അവൻ്റെ ഭാവം കണ്ട് അയാൾ ചിരിച്ചു. പിന്നീട് ആദ്യ പൂജയായിരുന്നു. ഉഗ്രശക്തിയുള്ള മൂർത്തിയാണിത്. ചാമുണ്ഡി ദേവി. യാതൊരു കാരണവശാലും നിന്ദിക്കരുത്. നാശമാവും ഫലം. ഭദ്രൻ അവന് മുന്നറിയിപ്പ് കൊടുത്തു. തുടർന്ന് വിഗ്രഹത്തിന് മുന്നിൽ മൺവിളക്കിൽ തിരിയിട്ട് എണ്ണയൊഴിച്ച് ദീപം കൊളുത്തി. കാട്ടിലെ തറയിൽ വെച്ച് അതിൽ കർപ്പൂരം കത്തിച്ചു. വിഗ്രഹത്തിന് മുന്നിൽ പത്മാസനത്തിലിരുന്ന് ഭദ്രൻ പൂജ തുടങ്ങി. ഓം ചക്ര ചാമുണ്ഡേശ്വരിയെ, അംശദയ ആകർഷണി പഞ്ചപിശാചിനിയെ സ്വാഹ. കാവിനുള്ളിൽ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും ഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. ഒരു ക്ഷേത്ര കോവലിന് മുന്നിൽ നിൽക്കുന്ന അനുഭവമായിരുന്നു അപ്പോൾ ബ്രഹ്മദത്തന്. 2 മണിക്കൂറുകളോളം പൂജ നീണ്ടു. അവസാനം സംതൃപ്തമായ മനസ്സോടെ ഭദ്രൻ എഴുന്നേറ്റു. നമ്മളെ ഒരിക്കലും ചാമുണ്ഡി ദേവി കൈവിടിയില്ല ദത്ത. പക്ഷെ ഒന്ന് നമ്മൾ ചെയ്യണം. ഈ ദേവിയുടെ ചൈതന്യം തന്നെയാണ് ചെറുകുന്നത്ത് തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ആ ചൈതന്യം പക്ഷേ അവിടെ തികച്ചും അസ്വസ്ഥയാണ്. നരനാരായണൻ്റെ പിടിയിൽ നിന്നും ആ ചൈതന്യത്തെ മോചിപ്പിച്ച് ശുദ്ധജലത്തിൽ വിലയം പ്രാപിക്കണം. അങ്ങനെ വന്ന ആ നിമിഷം നരനാരായണൻ്റെ അന്ത്യമാണ്. എങ്കിലും നമുക്കത് എത്രയും വേഗം ചെയ്യണം. ഭദ്രനൊന്ന് ചിരിച്ചു. വിചാരിക്കുന്നത് പോലെ അതത്ര എളുപ്പമല്ല. ആദ്യം വേണ്ടത് നരനാരായണൻ്റെ ശക്തി കുറയ്ക്കുകയാണ്. മൂർത്തികളെ അയാളിൽ നിന്നും അകറ്റുകയാണ്. സാരമില്ല. ഭദ്രൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അതിനൊക്കെ വേണ്ടത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ഒന്നിച്ചിരുന്ന് ഭദ്രൻ കൊണ്ടുവന്ന 2ാമത്തെ പൊതിയും തുറന്നു. അതിൽ ഭക്ഷണമായിരുന്നു. 2 തവണത്തേക്കുള്ളത് അതിൽ പൊതിഞ്ഞെടുത്ത് പകുത്തു കഴിക്കുന്നതിൽ ഭദ്രൻ പറഞ്ഞു, രാത്രി നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല. ഇങ്ങനെ ശീലമാക്കിയെടുക്കണം. എനിക്ക് സന്തോഷമുള്ളൂ ഭദ്രേട്ടാ. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. ആ കാവിനുള്ളിൽ അവർ ഇരുവരും പുറത്തൊരു ജീവി പോലും അറിയാതെ കഴിയുകയാണ്. എന്നാൽ ചെറുകുന്നത്ത് തറവാട്ടിൽ നിന്നും ബ്രഹ്മദത്തനുമായി മടങ്ങിയ ഭദ്രൻ വെറുതെ ഇരിക്കില്ലെന്ന് നരനാരായണന് വ്യക്തമായി അറിയാമായിരുന്നു. കാരണം തന്നോടുള്ള പക ഭദ്രന് 1ഓ 2ഓ ജന്മം കഴിഞ്ഞാലും തീർന്നെന്നു വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭദ്രൻ്റെ ഓരോ നീക്കവും മുൻകൂട്ടി കാണണമെന്നുറച്ചു കഴിഞ്ഞിരുന്നു നരനാരായണൻ. ആ വിചാരത്തോടെ ഒരു നാൾ ത്രിസന്ധ്യയ്ക്ക് അയാൾ തൻ്റെ പൂജാമുറിയിലേക്ക് കയറി. കാവിനുള്ളിൽ ചാമുണ്ഡിയെ പൂജിക്കുകയായിരുന്നു അപ്പോൾ ഭദ്രൻ. പെടുന്നനെ അയാളെ ഞെട്ടലോടെ കണ്ണു തുറന്നു. കാവിനുള്ളിൽ ചാമുണ്ഡി ദേവിയുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഭദ്രൻ്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന ബ്രഹ്മദത്തനും കണ്ടു ആ ഞെട്ടൽ. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ നാളെ രാത്രി വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. ശുഭദിനം.